നമസ്കാരം. ബീർ ബഹുട്ടി എന്ന പാഠത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി ഭാഗമാണ് നോക്കാം. 1981 का साल 1981 കാലഘട്ടം. സാൽ എന്ന് പറഞ്ഞാൽ വർഷം. राजस्थान में जयपुर के नज़दीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. राजस्थान में जयपुर के नज़दीक, രാജസ്ഥാനിൽ ജയ്പൂരിനടുത്തായി സവാരി ഗാഡിയോ യാത്രാവാഹനങ്ങളും ആർ മാൽഗാഡിയോ, മാൽഗാഡി എന്ന് പറഞ്ഞാൽ ചരക്ക് വണ്ടികളും യാത്രാവാഹനങ്ങളും കൊണ്ടുവന്ന് സദാബര എല്ലായ്പ്പോഴും നിറഞ്ഞ ഫുലേറ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലം. കസ്ബേക്ക് ലഗ്ഭഗ് സൂനി തങ് ഗലിയ, ആ പ്രദേശത്തെ തന്നെ ഏകദേശം ശൂന്യമായ ഇടുങ്ങിയ തെരുവുകൾ. സൂനി എന്ന് പറഞ്ഞാൽ ശൂന്യമായ, തങ് ഗലിയ ഇടുങ്ങിയ തെരുവുകൾ. ഗലിയോമേ ഖാമോഷ് ഘടേ ബിജലിക്കെ ഖംബെ, ഫുലേര ജംഗ്ഷനെ പറ്റിയാണ് പറയുന്നത്. ആ തെരുവുകളിലായിട്ട് ഖാമോഷ് സൈലൻ്റായിട്ട് നിശബ്ദമായി നിൽക്കുന്ന, ഘട എന്ന് പറഞ്ഞാൽ നിൽക്കുന്ന, ബിജലിക്കെ ഖംബെ ഇലക്ട്രിസിറ്റി പോസ്റ്റുകൾ, കറണ്ട് കമ്പികൾ, കാലുകൾ. ഖംബോങ്കെ ബീച്ച് ഗിഞ്ചി താരോങ്കി കത്താരേം, അല്ലേ? റോഡിൻ്റെ ഒരു വശത്തായിട്ടായിരിക്കും ഇലക്ട്രിക് പോസ്റ്റുകൾ നാട്ടിയിട്ടുണ്ടാവുക. അതിൽ നിന്ന് ഒരു പോസ്റ്റിൽ നിന്നും മറ്റേ പോസ്റ്റിലേക്ക് വലിച്ചു കെട്ടിയിട്ടുള്ള താരോങ്കി കത്താരേം. താർ എന്ന് പറഞ്ഞാൽ കമ്പി, കമ്പിയുടെ കത്താർ എന്ന് പറഞ്ഞാൽ നിര. इन गलियों में जहाँ तहाँ दिखाई पड़ते मीठी घंटियाँ बजाते फेरी वाले, ഈ തെരുവുകളിലായിട്ട് അവിടായി കാണപ്പെടുന്ന മീട്ടി ഘണ്ടിയാ ബജാത്തെ ഫേറി വാലെ, മണി അടിച്ചുകൊണ്ട് വരുന്ന ഫേറി വാലെ വിൽപ്പനക്കാരൻ. एक अंधेरी सी गली में 6-7 गधों की घुरों की टापों की आवाज़ें, ഒരു ഇരുണ്ട തെരുവിൽ 6-7 കഴുതകളുടെ, കഴുതകളുടെ ഖുറോങ്കി ടാപ്പോങ്കി ആവാസയും. ഖുറോങ്കി ടാപ്പ് എന്ന് പറഞ്ഞാൽ ഈ നാൽക്കാലികളുടെയൊക്കെ കാലുകളിൽ കണ്ടിട്ട് കുളമ്പ്, ആ കുളമ്പടി ശബ്ദം, അതിനെയാണ് ഖുറോങ്കി ടാപ്പോങ്കി ആവാസ് എന്ന് പറയുന്നത്. അപ്പോൾ 6-7 കഴുതകൾ നടന്നു പോകുന്നുണ്ട്, അവരുടെ കുളമ്പടി ശബ്ദം. ഉനക്കെ പീച്ചെ ചൽത്ത ഏക് ബദൻ ഉഖാടെ കുംഹാർ, അവയുടെ പിറകിലായി നടന്നു പോകുന്ന ബദൻ ഉഖാടെ എന്ന് പറഞ്ഞാൽ അർദ്ധനഗ്നനായ കുംഹാർ, കുശവൻ. इसी दृश्य के बीच से गुजरते हुए 2 स्कूली बच्चे बेला और साहिल. അപ്പോൾ ഈ ഒരു സീനിൻ്റെ ഇടയിലൂടെയാണ് 2 സ്കൂൾ കുട്ടികൾ കടന്നു പോകുന്നത്. ആരാണവർ? ബേലയും സാഹിലും. ഉൻ ദിനോ പെൻ മേ 5 പൈസേ മേ നീലി സ്യാഹി ഭരി ജാത്തി ഥി, ആ ദിവസങ്ങളിൽ പേനയിൽ 5 പൈസയ്ക്ക് മഷി നിറച്ചു തരുമായിരുന്നു, നീലമഷി. നീലി സ്യാഹി, നീലമഷി. സ്റ്റേഷനറി की दुकान वाले ड्रॉपर से पेन में स्याही भरते थे. സ്റ്റേഷനറി കടയിലെ ദുക്കാൻ വാലെ എങ്ങനെയാണ് പേനയിൽ മഷി നിറയ്ക്കുന്നത്? ഡ്രോപ്പർ കൊണ്ട് പേനയിൽ മഷി നിറച്ച് തരുമായിരുന്നു. ബാക്കി നോക്കാം. पेन में कुछ स्याही बची थी, उसे साहिल ने ज़मीन पर छिड़क दिया. അപ്പോൾ സാഹിലും ബേലയും കൂടി പേനയിൽ മഷി നിറയ്ക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ സാഹിൽ നോക്കിയപ്പോൾ സാഹിലിൻ്റെ പേനയിൽ കുറച്ചു മഷി ബാക്കിയുണ്ടായിരുന്നു. കുച്ച് സ്യാഹി ബച്ചീതി, കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക് ദിയ, അപ്പോൾ അതിലുണ്ടായിരുന്ന കുറച്ച് മഷീനെ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ പുതിയ മഷി നിറയ്ക്കാൻ പോവുകയാണ്, അപ്പോൾ ഇത് വേണ്ട എന്ന് പറഞ്ഞ് അവൻ പേനയിൽ ബാക്കിയുണ്ടായിരുന്ന മഷി നിലത്തേക്ക് കുടഞ്ഞു. ജമീൻ പർ ചിടക് ദിയ, ജമീൻ ഭൂമി, നിലം, ചിടക് ജാന, ചിടക് ദേന കുടയുക. നയി സ്യാഹി ഭർവാനെ കെ ലിയെ ദോനോ ദുക്കാൻ പർ പഹുഞ്ചെ. അങ്ങനെ പുതിയ മഷി നിറയ്ക്കാനായിട്ട് 2 പേരും എവിടെ എത്തി? കടയിലെത്തി. ഏക് പെൻ സ്യാഹി ഭർ ദോ, സാഹിൽ സെ പെഹലെ ഹി ബേലാനെ ദുക്കാൻ വാലെ സെ കഹ. അപ്പോൾ ബേല ഭയങ്കര ഓവർ സ്മാർട്ടാ. അപ്പോൾ ബേല എന്ത് പറഞ്ഞു? സാഹിലിനേക്കാൾ മുൻപ് പറഞ്ഞു കടക്കാരനോട്, ഏക് പെൻ സ്യാഹി ഭർ ദോ,
ഈ ഒരു പേന നിറച്ച് മഷി നിറച്ച് തരൂ എന്ന് സാഹിലിനേക്കാൾ മുൻപ് ആര് പറഞ്ഞു? ബേല പറഞ്ഞു. बेटा स्याही की बोतल अभी अभी खाली हो गई है, अब तो कल ही मिल पाएगी. अब കടക്കാരൻ എന്താ പറയുന്നത്? बेटा स्याही की बोतल अभी अभी खाली हो गई है. മഷിക്കുപ്പി ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ, കാലിയായതേ ഉള്ളൂ. അബ് തോ കൽ ഹി മിൽ പായേഗി, ഇനി നാളെ കിട്ടുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്ന മഷിയൊക്കെ തീർന്നുപോയി. അപ്പം നേരത്തെ സാഹിൽ എന്താ ചെയ്തത്? ഉള്ള മഷി കൂടി കുടഞ്ഞു കളഞ്ഞു. लेकिन इसने तो पेन में जो स्याही बची थी उसे भी ज़मीन पर छिड़क दिया, ബേല ബോലി. അതാ അപ്പം ബേല എന്തു പറഞ്ഞു? പക്ഷേ ഇവൻ പേനയിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അതിനെ നിലത്ത് കുടഞ്ഞു കളഞ്ഞു എന്ന് ബേല കടക്കാരനോട് പറഞ്ഞു. बादल को देखकर घड़े को नहीं ढुलाना चाहिए, दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो. അപ്പോൾ ദുക്കാൻ വാല എന്താ പറഞ്ഞത്? ബാദൽ കോ ദേഖ്കർ ഘടേ കോ നഹി ഢുലാനാ ചാഹിയേ. ആകാശത്ത് മഴക്കാറുണ്ടെന്ന് കണ്ട് കുടം ചെരിച്ച് കളയാൻ പാടില്ല. അതായത് മഴ വരുമെന്ന് കരുതി കുടത്തിലുണ്ടായിരുന്ന വെള്ളം കളഞ്ഞാൽ ചിലപ്പോൾ മഴക്കാർ നീങ്ങിപ്പോയാലോ, മഴ പെയ്തില്ലെങ്കിലോ, അപ്പോൾ ഉള്ള വെള്ളം കൂടി നഷ്ടമായില്ലേ. അപ്പം നമ്മൾ കിട്ടാത്തൊരു സാധനം ലഭിക്കുമെന്ന് കരുതി നമ്മുടെ കൈവശമുള്ളതിനെ എന്ത് ചെയ്യാൻ പാടില്ല? കളയാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ദുക്കാൻ വാല ചോദിച്ചു, കോൺ സീമേം പഠിത്തേ ഹോ, എത്രാം തരത്തിലാണ് നിങ്ങൾ പഠിക്കുന്നത്? പാഞ്ച്വീ മേ. साहिल ने ऐसे बुरे मन से बताया जैसे पांचवी में पटना पाप हो. 5ാം തരത്തിലാണ് പഠിക്കുന്നത്. സാഹിൽ വളരെയധികം വിഷമത്തോടുകൂടി പറഞ്ഞു. എന്താണ്? 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തോ വലിയ പാപമാണെന്ന മട്ടിലാണ് അവൻ്റെ പറച്ചിൽ. ദോനോ ദുക്കാൻ വാലെ ഭയ്യാനെ കഹ, രണ്ടുപേരും ദുക്കാൻ വാല ചോദിച്ചു. ഹാ ദോനോ और हम दोनों का सेक्शन भी एक ही है, ए. ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷനും ഒന്നാണ്, എ. बेला ने ऐसे खुश होकर बताया जैसे ये कोई बहुत बड़ी बात हो. അപ്പോൾ ബേല വളരെയധികം സന്തോഷത്തോടു കൂടി എന്തോ ഒരു വലിയ കാര്യമാണെന്ന മട്ടിൽ ദുക്കാൻദാറിനോട് എന്തു പറഞ്ഞു? ഞങ്ങൾ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഡിവിഷനും ഒരേ ഡിവിഷനാണ്, ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് എന്ന് പറഞ്ഞു. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ ഥേ. ഭയങ്കര ഫ്രണ്ട്സാണ്, ദിലീ ദോസ്താണ്, കട്ട ചങ്സാണ്. അപ്പോൾ അവർ രണ്ടുപേരും ക്ലാസ്സിൽ അടുത്തടുത്താണ് ഇരിക്കുന്നത്. കോപ്പി മേ കാം കർത്തേ തോ ദോനോ കോപ്പി മേ കാം കർത്തേ ഥേ. നോട്ട് എഴുതുകയാണെങ്കിൽ രണ്ടുപേരും നോട്ട് എഴുതും. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ. ഇനി ബുക്ക് വായിക്കുകയാണെങ്കിലോ രണ്ടുപേരും പുസ്തകം തന്നെ വായിക്കും. അതായത് രണ്ടുപേരും ഒരേ കാര്യം തന്നെ എപ്പോഴും ചെയ്യുള്ളൂ. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ. രണ്ടുപേരും ഒരേ പുസ്തകം വായിക്കുന്നതിരിക്കട്ടെ, പാഠം കൂടി ഒരേ പാഠമേ വായിക്കൂ. പാഠം മാത്രമല്ല, ആ പാഠത്തിലെ വരി കൂടി സാഹിൽ വായിക്കുന്ന അതേ വരി ആരും വായിക്കുള്ളൂ? ബേലയും വായിക്കുകയുള്ളൂ. സാഹിൽ चमककुड़ी सन 57 में वह तलवार पुरानी थी पढ़ता तो बेला भी चमककुड़ी सन 57 में वो तलवार पुरानी थी पढ़ती थी. അപ്പോൾ സാഹിൽ പാഠത്തിലൊരു ഭാഗം വായിക്കുകയാണ്, അങ്ങനെ ചമക്കുടി സൻ 57 എന്ന് പറഞ്ഞ് അവൻ ആ വരി വായിക്കുകയാണെങ്കിൽ ബേലയും അതേ വരി തന്നെയാണ് വായിക്കുക. ബേല കഹത്തി ബഹൻജി പാനി പീനെ ചലി ജാവും. ബേല ചോദിക്കും, വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ. സാഹിൽ ബി കഹത്ത ബഹൻജി പാനി പീനെ ചലാ ജാओ. ഞാനും വെള്ളം കുടിക്കാൻ പോയിക്കോട്ടെ എന്ന് സാഹിലും ചോദിക്കും. വെള്ളം കുടിക്കാനും കൂടി ദാഹിക്കുക ഒരുമിച്ചാണ്. गणित के माट साहब सुरेंद्र जी का पीरियड खेल घंटी के बाद आता था. അപ്പോൾ ഗണിതത്തിൻ്റെ സാറായ സുരേന്ദ്രജിയാണ് ഗണിതത്തിൻ്റെ സാറ്. മാട്ട് സാബ് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ. ഗണിതത്തിൻ്റെ അധ്യാപകൻ ആരാണ്? സുരേന്ദ്രജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പീരീഡ് വരുന്നത് ഖേൽ ഘണ്ടി കെ ബാദ്, പി ടി പീരീഡ്. ഖേൽ ഘണ്ടി പി ടി പീരീഡ്. പി ടി പീരീഡിന് ശേഷമാണ് ഈ സുരേന്ദ്രജിയുടെ മാത്സ് ക്ലാസ്. ബച്ചേ ഉൻസെ കാംപ്തേ ഥേ. കുട്ടികൾക്കൊക്കെ കണക്ക് സാറിനെ ഭയങ്കര പേടിയാണ്.
और खेल खंडी बंद होने से 2 मिनट पहले ही अपनी अपनी जगहों पर आकर बैठ जाते. അപ്പോൾ പി ടി പീരീഡ് കഴിയുന്നതിൻ്റെ 2 മിനിറ്റ് മുൻപേ കുട്ടികൾ എന്ത് ചെയ്യും? ക്ലാസ്സിൽ വന്ന് അവനവൻ്റെ സീറ്റിൽ ഹാജരാകും. അപ്പം ഇന്നത് വരെ, ബാക്കി നാളെ.